നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് മാങ്കാവിലാണ്. വിസ്റ്റ ഓട്ടോ കെയർ കാർ ആക്സറീസിന്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകൾ, എല്ലാ പ്രൊഡക്റ്റുകളും ഹോൾസെയിലായും റീറ്റെയിലായിട്ടും നമുക്ക് ഇവിടെ കിട്ടും. അതും വിസ്റ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാമിലിയർ ബ്രാൻഡാണ്. ലുലു മാൾ വരെ നമ്മളെ പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യാൻ അവരെടുത്തിട്ടുണ്ട്. ലുലു മാള് നമ്മളൊരു പ്രൊഡക്റ്റ്, ലുലു ഗ്രൂപ്പ് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എടുക്കാന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് അത്രയും ജെന്യൂനായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പം നോക്കാം, നമ്മളെ കൂടെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് വിശദീകരിച്ച് തരാൻ നമ്മളെ കൂടെ നമ്മളെ സെയിൽസ് മാനേജർ നിഖിൽ നമ്മോട് കൂടെയുണ്ട്. നിഖിൽ, നമസ്കാരം. നമ്മളെ വിസ്റ്റ ഓട്ടോ കെയറിന്റെ പ്രൊഡക്റ്റുകളെ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് വന്നാണ്. അപ്പം നമ്മളെ പ്രൊഡക്റ്റ് അത്രയും ഫാമിലിയർ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ്? ടോട്ടൽ ഒരു 200 ഐറ്റംസ് ടോട്ടലായിട്ടുണ്ട്. ഉണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് കാർ അക്സസറീസിന്റെ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഓൾ കേരള നമുക്ക് ഡെലിവറി ഉണ്ട്. ഇനി അതല്ല, നേരിട്ട് നമ്മളെ ഷോറൂമിൽ വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അപ്പം നമ്മളൊരു ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേണ്ട പ്രൊഡക്റ്റാണ് വിൻഷീൽഡ് ഫ്ലൂയിഡ്. കാരണം നമ്മളൊക്കെ ഈ വിൻഷീൽഡ് ടാങ്കിൽ ഷാമ്പു മിക്സ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും, ഞാനും അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഷാമ്പു യൂസ് ചെയ്യില്ല. കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു വിൻഷീൽഡ് നമ്മൾ വെള്ളത്തിലേക്ക് ഒരു 2-3 തുള്ളി ഉണ്ടാവും അല്ലെ. മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഷാമ്പു മിക്സ് ചെയ്യുന്നതോടുള്ള പ്രശ്നം, നിഖിലെ ആ പ്രശ്നം ഒന്ന് പറഞ്ഞു. നമ്മളെ ഷാമ്പു നമ്മളെ കുറെ ടൈപ്പ് ഷാമ്പു ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതെന്താ വെച്ചാൽ അതില് ഈ ഷാമ്പൂല് വരുന്ന ചെറിയ ഡോട്ട് വരുന്ന ഒരു തരിതരി പോലെ സംഭവം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ വൈപ്പർ ബോക്സിൽ കയറിയിട്ട് ഈ വൈപ്പറിന്റെ മുകളിൽ പിടിയും കഴിഞ്ഞാൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യതകൾ, അതായത് ആ വൈപ്പർ മോട്ടർ ബ്ലോക്ക് ആവുകയും ഗ്ലാസ് സ്ക്രാച്ച് ആവുകയും ചെയ്യും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വൈപ്പർ വിൻഷീൽഡിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ സംഭവം, ഇറക്കി പോടാ. നമ്മളെ പ്രൊഡക്റ്റ് ഇതാ, പ്രഷർ ഒന്ന് കണ്ടോളൂ. വിൻഷീൽഡിന് മാത്രം ഇത് തുച്ഛമായ റേറ്റേ ഉള്ളൂ, 115 രൂപയിനുള്ളൂ. എന്നാ നമ്മളെ ഗ്ലാസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അല്ലെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി ഇതാ അടുത്ത പ്രൊഡക്റ്റുകളെ പറ്റി നമ്മളെ നിഖിൽ തന്നെ പറഞ്ഞിട്ട് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെട്ടു കൊടുക്കും. പിന്നെ ഈ വൈപ്പർ ക്ലീനർ, പിന്നെ ഷാമ്പു ആണുള്ളത്. നമ്മൾ ഷാമ്പു ആണ് വരുന്നത്. ഷാമ്പു എന്ന് പറഞ്ഞാല് MRP വരുന്ന 355 മാത്രമേ വരുന്നുള്ളൂ. എന്താ വെച്ചാല് 450 മില്ലി വരുന്നത്. 450. അതെ. അപ്പൊ ഇത് ഒരു 100 ml 25 മില്ലി വാഹനം വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാമ്പു. നമുക്ക് എത്ര പ്രൈസ് വരുന്നുണ്ട്? ഇത് 355 ആ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ഇത് ഒരു വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഒരു വണ്ടിക്ക് ഒരു 10-15 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ടാവും അല്ലെ. അതായത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വണ്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വാഷ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ നമ്മളതാ വാഷിംഗ് സെന്ററിന് ആവശ്യമായിട്ടുള്ള പിന്നെ പോളിഷ്, ബൾക്കായിട്ടുള്ള പോളിഷ് നമ്മളെ വാഹനം വാഷ് ചെയ്യുന്ന സെന്ററിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ അതും നമുക്ക് ഇത് അവിടെ ലഭിക്കുന്നതായിരിക്കും. ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ ഇവിടെ എല്ലാ പ്രൊഡക്റ്റുകളും, നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ അവിടെ വന്ന് സ്റ്റോക്ക്, നമ്മളെ ഗോഡൌണ് സ്റ്റോക്ക് എല്ലാത്തിലും എല്ലാ ബോക്സിലും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിറഞ്ഞിരിക്കുകയാണ് നമ്മളെ ബോക്സിൽ, എല്ലാ പ്രൊഡക്റ്റുകളും നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്കിവിടെ വിൽപ്പനയ്ക്കുള്ള സൗകര്യമുണ്ട്. പിന്നെ കൊറിയർ ആയിട്ടാണെങ്കിൽ അതും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അത് AC വെന്റ് ക്ലീൻ ആണ്. AC വെന്റ് വെച്ചാൽ നമ്മളെ വണ്ടിയിലുള്ള AC ഇല്ലേ, ACന്റെ വെന്റ് ഉണ്ടാവല്ലോ, ആ വെന്റിനുള്ള ഈ മാറാല അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊരു പൈപ്പ് ഉണ്ടാവും. ഈ പൈപ്പ് വെച്ചിട്ട് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഫാന് മാത്രം ഓൺ ആയി കഴിഞ്ഞാൽ ആ മാറാലൊക്കെ അങ്ങോട്ട് പുറത്ത് വരും. അപ്പൊ ACന്റെ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും. പിന്നെ അത് ചെയിൻ ലൂബ് ആണ്. നമ്മള് ബൈക്കിന്റെ ചെയിൻ ലൂബ് ഒക്കെ വരുന്നുണ്ട്. ബൈക്കിന്റെ ചെറിയ അക്സസറീസ് വരുന്നത് ഇൻസ്റ്റാ ഷൈന്, പിന്നെ ചെയിൻ ലൂബ്, പിന്നെ ചെയിൻ ക്ലീനർ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ടാർ റിമൂവറാണ് വരുന്നത്. ടാർ റിമൂവർ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ബൈക്കിന്റെ മുകളിൽ, കാറിന്റെ മുകളിലൊക്കെ ബബിൾക്കം, ടാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റി പിടിക്കും. ഒരു പശ പോലെ, അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. പിന്നുള്ളത് മെറ്റൽ പോളിഷ് ആണ്.
മെറ്റൽ പോളിഷ് വെച്ചാൽ നമ്മളെ മെറ്റൽ പാർട്സ് ഉണ്ടാവും ആ കാറിലും ബൈക്കിലൊക്കെ ക്രോം ആ മെറ്റല് ആ പിന്നെ അതൊക്കെ പോളിഷ് ചെയ്യുന്നത് നല്ല ഗ്ലേസിംഗ് ഫിനിഷ് കിട്ടുന്ന ലൈറ്റ് ആണ് ഇത്. അതായത് ഫെയ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ പിന്നെ കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആക്കിയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതെ അതെ ഡ്രൈ ആക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്താണ്. അത് scrub ചെയ്യും. ഓക്കെ, ഇതേതാ പ്രൊഡക്റ്റ്? ഇത് ടയർ ഫോം ആണ്. ആ ടയർ ഫോം നമ്മുടെ ബൈക്കിന്റെ കാറിലേക്ക് ടയർ നല്ല ഫിനിഷിംഗ് കിട്ടും, ആ നല്ല കുറച്ച് വെറ്റ് ലുക്കും കിട്ടും, ഒരു നല്ല ഫിനിഷിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ്. ടയറിന് മാത്രമായിട്ട് അല്ലേ? ടയറിന് മാത്രം റബ്ബർ ഫിനിഷ് ആണ് ഇത്. ഓക്കെ ഓക്കെ. നമ്മളൊക്കെ വാഹനത്തിന്റെ ഗ്ലാസിന്റെ മുകളിൽ വാട്ടർ സ്പോട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വാട്ടർ സ്പോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ വെളിച്ചം അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലെയർ നമ്മളെ കണ്ണിലേക്ക് കയറുകയും നമ്മളെ വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് നമ്മളതാ വാട്ടർ സ്പോട്ട് പറയുന്നത്. നിഖിൽ എന്ന് വിശദീകരിക്കും. ഹാർഡ് വാട്ടർ സ്റ്റെയിൻ റിമൂവർ എന്നാണ് പറയുന്നത്. സ്റ്റെയിൻ റിമൂവർ. അതെ അതെ ഹാർഡ് വാട്ടർ സ്പോട്ട് ആണല്ലോ നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ വരാം. അതെ അതെ. അപ്പൊ അത് പേസ്റ്റ് ഇതൊരു പേസ്റ്റ് ടൈപ്പ് വരുന്നത്. ഇത് ഗ്ലാസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. അത് ഡ്രൈ ആക്കാം, ഗ്ലാസ് ഡ്രൈ ആക്കാം, അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് കുറച്ച് നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കും. റൗണ്ട് ഷേപ്പിൽ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് പോകും, ഇല്ലാണ്ടാവും. പെർഫ്യൂം ആണ് അല്ലേ? നമ്മള് പെർഫ്യൂം ആണ്. ഇത് എന്താ വെച്ചാല് നല്ല ലാസ്റ്റ് ചെയ്യും, ഒരു 4-5 മാസം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആണ്. ടോട്ടൽ ഒരു 4 ഫ്ലേവർ ഉണ്ട് പെർഫ്യൂം. 4 ഫ്ലേവറിലുണ്ട് അല്ലേ? അതിപ്പോ ഇത് അരോമ, ഇത് മസ്ക്, ഇത് ലൈം, ഇത് കൂൾ കോൾ എന്ന് പറഞ്ഞത്. ഇത് 4 ടോപ്പ് മൂവിങ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആണ്. പിന്നെ ഇത് എന്താ വെച്ചാല് നമ്മുടെ ഡാഷ്ബോർഡ് പോളിഷ് ആണ്. ഇത് 100 മില്യൺ ഡാഷ്ബോർഡ് ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ വലുത് വരുന്നുണ്ട്, 250 മില്യന്റെ വരുന്നുണ്ട്. 250 മില്യന്റെ ഡാഷ്ബോർഡ് പോളിഷ്. അതെ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് നമ്മളെ ബൾക്കായിട്ടുള്ള സർവീസ് സെന്ററുകൾക്കൊക്കെ ഉപയോഗിക്കാം. അല്ല വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ആ രീതിയിലേക്കും കൊണ്ടുപോകാം. ബൾക്കായോണ്ടാ സർവീസ് സെന്റർ. പിന്നെ ഷാമ്പൂൽ തന്നെ വരുന്ന നേരം വാക്സ് ഉള്ള ഷാമ്പൂ ഉണ്ട്. നമ്മളിത് ഇതിട്ട് വാഷ് ചെയ്യുന്ന നേരം ഒരു വാക്സ് ഫിനിഷ് കൂടി വരുന്നുണ്ട്. നമ്മളെ കാറിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാല് സാധാരണ ഒരു വാഷിംഗ് ഷാമ്പൂ മാതിരി അല്ല അത്. അല്ല, അത്യാവശ്യം നല്ല വാക്സ് കോട്ടിങ് വരുന്നുണ്ട് ഈ ഷാമ്പൂല്. കുറച്ച് ലാസ്റ്റ് ചെയ്യും. ഗ്ലേസിംഗ് കുറച്ചുകൂടി കൂടും. ഇനി നമ്മളെ ക്ലോത്തുകൾ ഉണ്ടല്ലോ. ക്ലോത്ത് ഉണ്ട്. ക്ലോത്ത് 2 ടൈപ്പ് ക്ലോത്ത് ആണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്. ഇതിപ്പോ 100 ചെറിയ ക്ലോത്ത് വരുന്നത്, ചെറിയ MRP 110 MRP വരുന്ന ക്ലോത്ത് ആണ്. പിന്നെ വരുന്നത് ഇത് 300 MRP വരുന്ന ക്ലോത്ത് ആണ്. 110 വരും. പല റേറ്റിനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു 20 രൂപയുടെ ഒരു പോളിഷ് ഉണ്ടല്ലോ. അതെ അതെ, അത് ചെറിയ നമുക്ക് ഇൻസ്റ്റാ ഷൈൻ എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് ഷൈനിങ് വരുത്താൻ വേണ്ടിട്ട് ഒരു പോളിഷ് ആണ് ഇത്. പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം. ചെറിയ പൈസ കിട്ടുന്നതായതുകൊണ്ട് നമ്മളെ കസ്റ്റമർക്ക് ഒരു ആശ്വാസം കൂടിയായിരിക്കും അത്. ഇനി ബാക്കി പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മളെ ഈ ഗ്ലാസ്സിൽ ഫോഗ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ മഴക്കാലത്ത്. അപ്പൊ അതിന് ഒരു ഉപയോഗിക്കാനുള്ള കമ്പനി കൊണ്ടുവന്നാണ് ആന്റി ഫോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആന്റി ഫോഗ് ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ആദ്യം ഗ്ലാസ് നമുക്ക് ഡ്രൈ ആക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കുക ഗ്ലാസ്. വിൻഷീൽഡ് സൈഡ് ഗ്ലാസ് ആണെങ്കിൽ സൈഡ് ഗ്ലാസ് മൊത്തം ഡ്രൈ ആക്കി വെക്കാം. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോത്ത് ഉണ്ടല്ലോ മൈക്രോഫൈബറിന്റെ, ആ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ നമ്മൾ ഉള്ളിലും പുറത്തും അപ്ലൈ ചെയ്യണം. ഉള്ളിലും പുറത്തും അപ്ലൈ ചെയ്യണം. അതിന്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അടുത്ത പ്രോഡക്റ്റുകൾ, ബാക്കി പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ അത് റാറ്റ് ഷീൽഡ് ആണ്. എലി ശല്യം ഉള്ളതിനല്ലേ? അതൊരു വലിയ പ്രശ്നമാണ് എലി ശല്യം. നമ്മളെ ഈ പല സെൻസേഴ്സിലേക്ക് പോകുന്ന കേബിളൊക്കെ പുതിയ വെഹിക്കിളിന് വരെ ഒരു പ്രശ്നം. അതിന് ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ എലി ഉള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് നല്ല യൂസ്ഫുൾ സാധനമാണ്. വണ്ടിയിലേക്ക് എലി ഈ സ്മെല്ലോണ്ട് എലി കയറില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി? ഉപയോഗിക്കേണ്ട വെച്ചാൽ ഒന്നെങ്കിൽ രാത്രി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ നേരത്തേക്ക് വണ്ടി ഉപയോഗിക്കരുത്. വണ്ടി ഉപയോഗിക്കരുത്. എന്താ വെച്ചാൽ ആ സ്മെല്ല് ബാഡ് സ്മെല്ല് ഉള്ളതുകൊണ്ട്. ഇത് നമ്മള് ബോണറ്റിലാണോ അടിക്കുക? എഞ്ചിൻ റൂമിലാണോ നമ്മൾ അടിക്കുക? എഞ്ചിൻ റൂമിൽ ബോണറ്റ് എഞ്ചിൻ റൂമിൽ ബോണറ്റ് ഓപ്പൺ ചെയ്ത് എഞ്ചിൻ റൂമിൽ അടിക്കണം. എസിന്റെ പൈപ്പ് ഒക്കെ വരുന്ന വഴിയില്ലേ, എലി അതിലാണ് കയറുക. പിന്നെ ഫിൽട്ടർ ബോക്സ് അതിന്റെ മുകളിലൊക്കെ അടിച്ചിടുന്നതാണ്. ശരി.
ജഡ്സി കഴിഞ്ഞിട്ട് 8 മണിക്കൂർ വരുന്ന വണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പനി പറയുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ രാത്രി അടിച്ചത്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇത് അടിക്കാനുള്ളത് രാത്രി അടിക്കുന്നതായിരിക്കും നന്നാവുക. രാത്രി പിന്നെ രാവിലെ വണ്ടി എടുത്ത് പോവുകയും ചെയ്യാം. പിന്നെ ഇത് ഉള്ളോട്ട് ഇതിന്റെ സ്മെല്ല് കയറിയാൽ നമുക്ക് എന്തെങ്കിലും അത് ഉപയോഗിക്കുന്ന നേരം ശരിക്കും മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കണം. അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കണം. ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലാസിന്റെ മുകളിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ആയിട്ട് തെറിച്ച് പോകാനുള്ള റെയിൻ ഷീൽഡ് എന്ന് പറയും. റെയിൻ ഷീൽഡ് നമ്മളെ പ്രഷർക്ക് കാണാം. റെയിൻ ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുത്തത് ഇതിന്റെ ആപ്ലിക്കേഷൻ സെയിം. ഗ്ലാസ് ആദ്യം ഡ്രൈ ആക്കുക, കുറച്ചിട്ട് ആദ്യം വാഷ് ചെയ്ത് ഡ്രൈ ആക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അതൊരു ക്ലോത്തിൽ ആക്കിയിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം വെക്കാം. കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഫോഗ് മാതിരി വരും, ഗ്ലാസിന്റെ മുകളിൽ ഫോഗ് മാതിരി വരും. അത് നമുക്ക് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ സാധാ ക്ലോത്ത് കൊണ്ടോ ഈ മൈക്രോ ക്ലോത്ത് കൊണ്ട് തന്നെ ഒഴിവാക്കിയാൽ ഒഴിവാക്കിയാൽ തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസിന് മുകളിൽ വെള്ളം വരുന്നേരം തെറിച്ചു പോയി വെള്ളം തങ്ങി നിൽക്കില്ല. അപ്പൊ എത്ര വരെ ഇതിന്റെ ലാസ്റ്റിംഗ് ഉണ്ടാവും? ഇത് ലാസ്റ്റിംഗ് ഒരു 20 to 25 ഡേയ്സ് നമുക്ക് നിൽക്കും. അപ്പൊ ഇത് ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഇത് റെയിൻ ഷീൽഡ് ആയാലും ഹാർഡ് വാട്ടർ സ്പോട്ട് ആയാലും ഈ രണ്ടും നമുക്ക് ആവശ്യം വരുന്ന പ്രൊഡക്റ്റുകളാണ്. മഴയത്ത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഫോഗിന്റെയും അതുപോലെ ഈ വെള്ളം തങ്ങി നിന്നിട്ട് വാട്ടർ സ്പോട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു ഫോഗിന്റെ സ്പ്രേയും കൂടെ നമ്മൾ നേരത്തെ വീഡിയോസ് ആന്റി ഫോഗിന്റെ സ്പ്രേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ 3 പ്രൊഡക്റ്റുകളും നമുക്ക് മഴക്കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമ്മളെ വിസ്റ്റ ഓട്ടോ കെയറുമായിട്ട് ബന്ധപ്പെടണം. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ വിൻഷീൽഡർ ഉപയോഗിക്കുന്നത്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോറൂം വരുന്നത് വിസ്റ്റ ഓട്ടോ കെയറിന്റെ ഷോറൂം വരുന്നത് നമ്മളെ കോഴിക്കോട് ലുലു മാളിന്റെ തൊട്ടടുത്താണ്, മാങ്കാവില്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വേണ്ട ആൾക്കാർക്കൊക്കെ ഇവരെ സമീപിക്കാവുന്നതാണ്.